അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ അടുത്തുള്ള മുല്ലക്കര മക്കാമിലാണ്. തൃശ്ശൂർ മണ്ണുത്തിയിൽ നിന്ന് പാലക്കാട് വടക്കഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിൽ ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ വന്നാൽ നമുക്ക് മക്കാമിലേക്ക് എത്താൻ പറ്റും. മുല്ലക്കര മക്കാം, തോട്ടപ്പടി, മുല്ലക്കര തോട്ടപ്പടിയിലെ മുല്ലക്കര തോട്ടപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മക്കാമ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വലിയ ഫലമുള്ളൊരു മക്കാമാണ് കേട്ടോ. മഹാനായ ഏർവാടി ഇബ്രാഹിം ബാദിഷപ്പാപ്പാൻ്റെ കാലക്കാരനാണ് ഇവിടെ മറവട്ട കിടക്കുന്ന ഈ മഹാന്. അതിനുശേഷം മഹാനായ അന്തൂർപ്പാപ്പ നവ്വറല്ലാഹു മർക്കദുഹു നമ്മുടെ കേരളക്കരയിൽ ഒരുപാട് മഹാന്മാരെ ആളുകൾക്ക് അവരുടെ പേരും മറ്റൊക്കെ വെളിപ്പെടുത്തി തന്ന വലിയ മഹാനാണ് അന്തൂർപ്പാപ്പ നവ്വറല്ലാഹു മർക്കദുഹു. അവരാണ് ഈ മഹാനവറുകളുടെ പേരും മറ്റു കാര്യങ്ങളൊക്കെ ആളുകൾക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. അങ്ങനത്തെ ഒരു മഹാനാണ്. പ്രത്യേകിച്ച് പറയാനുള്ളത് പൈശാചികമായ ഷർറുള്ള ആളുകൾക്ക്, സിഹിർ മൂലം അതുപോലെ തന്നെ മറ്റു പൈശാചിക ഉപദ്രവമുള്ള ആളുകൾക്കൊക്കെ വലിയ ഫലം ലഭിക്കുന്ന ഒരു മക്കാമാണ് ഈ മുല്ലക്കര മക്കാമ്. ഇവിടുത്തെ മക്കാമിലുള്ള കൊടി അത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ, അത് പിടിച്ചു കഴിഞ്ഞാൽ പൈശാചിക ഉപദ്രവമുള്ള ആളുകൾ ഇവിടെ വെച്ചുകൊണ്ട് തന്നെ അളകുകയും അങ്ങനെ തന്നെ ആ ഒരു ഷർറിൽ നിന്ന് വലിയ ഒരു സലാമത്ത് ലഭിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ഉസ്താദുമാരുടെയും നാട്ടുകാരുടെയൊക്കെ അനുഭവങ്ങൾ അതാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഈ മഹാൻ്റെ ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ മുല്ലക്കര മക്കാമിൻ്റെ ആണ്ടാണ് ഫെബ്രുവരി 7 മുതൽ 2025 ഫെബ്രുവരി 7 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ ഇവിടുത്തെ ആണ്ട് നടക്കുകയാണ്. വിപുലമായ പരിപാടികളും അത് ഖുതുബിയ്യത്ത് മജ്ലിസും അതുപോലെ തന്നെ മറ്റ് സ്വലാത്ത് വാർഷികവും അതുപോലെ പ്രഭാഷണങ്ങളും ദുആ മജ്ലിസുകളും അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം പരിപാടികൾ ആണ്ടുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇതാണ് മക്കാം. അസ്സലാമു അലൈക്കും യാ വലി അല്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വലിയ ഫലമുള്ള ധാരാളം ആളുകൾക്ക് അനുഭവങ്ങളുള്ള ഒരു മക്കാമാണ്. കണ്ടില്ലേ, ഇവിടുത്തെ കൊടി കയ്യിൽ പിടിച്ചാൽ തന്നെ അത്തരത്തിലുള്ള പൈശാചിക ഷർറുള്ള ആളുകളുടെ ഉപദ്രവങ്ങൾ മാറിക്കിട്ടും. ഇവിടെ വന്ന അളകും അങ്ങനത്തെ പ്രയാസമുള്ള ആളുകൾ. അല്ലാഹു തആല ഈ മഹാൻ്റെ ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ. ഇവിടുത്തെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് ഇരുലോക വിജയികളിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആഫത്തും മുസീബത്തുകളെ തൊട്ട് അല്ലാഹു തആല കാക്കട്ടെ. പ്രത്യേകിച്ച് പൈശാചികമായ ബുദ്ധിമുട്ടുകളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, സിഹർ മൂലം കഷ്ടപ്പെടുന്ന ആളുകൾ, അല്ലാഹു തആല അവരുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റിക്കൊടുത്ത് ജീവിതത്തിൽ ഈ മഹാൻ്റെ ബർക്കത്ത് കൊണ്ട് മാറ്റിക്കൊടുക്കട്ടെ. ഇവിടുത്തെ മദദും നസറും നദറും സഹായമൊക്കെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഇവിടെ വരാൻ